കാർഷിക മേഖലയിൽ ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക സബ്സിഡി. നിങ്ങൾ കേട്ട് കാണും. എന്താണ് കാർഷിക സബ്സിഡി എന്ന് പറയുന്നത്? കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്ത്, വളം, രാസവളം, കീടനാശിനികൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവ സൗജന്യ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുക, ഗവൺമെന്റ് തന്നെ ലഭ്യമാക്കുക. ഇതിനെയാണ് കാർഷിക സബ്സിഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം രാസവളം. 100 രൂപ വിലയുള്ള രാസവളം 50 രൂപയ്ക്ക് കർഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ രാസവള സബ്സിഡി എന്ന് പറയാം. അപ്പൊ ഈ ബാക്കി 50 രൂപ ആര് കൊടുക്കും? രാസവള നിർമ്മാതാക്കൾക്ക് ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ ഇതുപോലെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിത്ത്, വളം, യന്ത്രസാമഗ്രികള്, കീടനാശിനികള്, രാസവളം തുടങ്ങിയവയെല്ലാം സൗജന്യ നിരക്കിൽ ഗവൺമെന്റ് തന്നെ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനെയാണ് കാർഷിക സബ്സിഡി എന്ന് പറയുന്നത്. ഈ കാർഷിക സബ്സിഡി അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള ബാധകതകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം കാർഷിക സബ്സിഡിക്ക് അനുകൂലമായിട്ടുള്ള ബാധകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നൂതന കാർഷിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കർഷകർക്ക് സബ്സിഡി കൂടിയേ തീരൂ. സബ്സിഡി ഇല്ലെങ്കിൽ ആധുനിക കാർഷിക തന്ത്രങ്ങളൊന്നും ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി മറ്റൊന്ന്, വിലയേറിയ കാർഷിക യന്ത്രങ്ങളും അതുപോലെ തന്നെ വില കൂടിയ രാസവളങ്ങളും വിത്തുകളും ഒക്കെ വാങ്ങുന്നതിന് സബ്സിഡി അവർക്ക് കിട്ടിയേ മതിയാവൂ. ഇനി പ്രളയം, വരൾച്ച തുടങ്ങിയവ മൂലം പലപ്പോഴും കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ അവസരത്തിൽ സബ്സിഡി വളരെയേറെ കർഷകർക്ക് അനുഗ്രഹമാണെന്ന് പറയാം. ഇനി ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഇങ്ങനെ സബ്സിഡി കൊടുത്തെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന ഒരു ലാഭകരമായ ഒരു ബിസിനസ്സാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ലാഭകരമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും അവരെ പിടിച്ചു നിർത്താനും സബ്സിഡി നൽകിയെങ്കിലേ കഴിയുള്ളൂ. ഇനി സബ്സിഡികൾ, കാർഷിക സബ്സിഡി ദരിദ്ര കർഷകനും ധനിക കർഷകനും തമ്മിലുള്ള അന്തരം കുറയ്ക്കും. ഇതാണ് കാർഷിക സബ്സിഡിക്ക് അനുകൂലമായിട്ടുള്ള ബാധകതകൾ. ഇനി നമുക്ക് കാർഷിക സബ്സിഡിക്ക് പ്രതികൂലമായിട്ടുള്ള ബാധകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പുതിയ സാങ്കേതിക വിദ്യകളും കൃഷി രീതിയും വ്യാപകമായതുകൊണ്ട് ഇനി തുടർന്നും അങ്ങോട്ടേക്ക് സബ്സിഡി കൊടുക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ പുതിയ കൃഷി രീതിയും യന്ത്രസാമഗ്രികളുടെ ഉപയോഗമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ സബ്സിഡി കൊടുത്തു എന്നും പറയുന്നത് കൊണ്ട് ഇതിപ്പം വ്യാപകമായതുകൊണ്ട് ഇനി തുടർന്നും അങ്ങോട്ട് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രതികൂലമായ വാദഗതി. ഇനി മറ്റൊരു വാദഗതി, ഈ കാർഷിക സബ്സിഡിയുടെ ഏറിയ പങ്കും കൈക്കലാക്കുന്നത് ധനിക കർഷകരാണ്. ഇനി രാസവളത്തിന്റെ സബ്സിഡി, അതിന്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത് രാസവള നിർമ്മാതാക്കൾക്കാണ്. ഇനി ഇങ്ങനെ സബ്സിഡി കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റിന് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിനെ പ്രതികൂലമായ മറ്റൊരു വാദഗതി. ഇനി പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികൂല വാദഗതി എന്ന് പറയുന്നത്, ഈ സബ്സിഡിക്കായിട്ട് ഓരോ വർഷവും മാറ്റിവെക്കുന്ന തുക ഗവൺമെന്റിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും സബ്സിഡി നിർത്തുകയാണെങ്കിൽ. അപ്പൊ ഇത്രയുമാണ് കാർഷിക സബ്സിഡിക്ക് പ്രതികൂലമായിട്ടുള്ള വാദഗതികൾ. ഇനി നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതിക്കാലത്തെ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതിക്കാലത്തെ വ്യവസായ മേഖലയുടെ അവസ്ഥ, വ്യവസായ മേഖലയിൽ എന്താണ് ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം. വ്യവസായ മേഖലയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് 1956 വ്യവസായ നയ പ്രമേയം. അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി. 1956 വ്യവസായ നയ പ്രമേയം അനുസരിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR 1956 അനുസരിച്ച്
ഇന്ത്യയിലെ വ്യവസായങ്ങളെ മൂന്നായി തരംതിരിച്ചു. ഒന്ന്, പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. അത് സർക്കാർ മേഖലയിൽ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരു മേഖലയിലും ആ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയില്ല. ഉദാഹരണം റെയിൽവേ, വ്യോമഗതാഗതം. അന്ന് ഇപ്പം മാറി. അണുശക്തി നിർമ്മാണം, പ്രതിരോധ വസ്തുക്കളുടെ നിർമ്മാണം, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഉടമയിൽ മാത്രം. ഇനി പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ ആരംഭിക്കാവുന്ന വ്യവസായങ്ങൾ. ഇതാണ് രണ്ടാമത്തെ തരംതിരിവ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ ആരംഭിക്കാവുന്ന വ്യവസായങ്ങൾ. അപ്പോൾ ആ വ്യവസായങ്ങൾ പൊതുമേഖലയിലും ഗവൺമെന്റ് ഉടമയിലും ഉണ്ടാകും, സ്വകാര്യ മേഖലയിലും ഉണ്ടാകും. ഇനി മൂന്നാമത്തെ തരംതിരിവ് എന്ന് പറയുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തോടുകൂടി, ലൈസൻസോടുകൂടി പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 വ്യവസായ നയ പ്രമേയം അനുസരിച്ച് ഇന്ത്യയിലെ വ്യവസായങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചു. ഒന്ന്, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഉടമയിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. രണ്ട്, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. മൂന്ന്, സർക്കാരിന്റെ നിയന്ത്രണങ്ങളോടുകൂടി, സർക്കാരിന്റെ ലൈസൻസോടുകൂടി സ്വകാര്യ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. ഇങ്ങനെ തരംതിരിച്ചു. ഇനി ഇതായിരുന്നു വ്യവസായ രംഗത്തുണ്ടായ പ്രധാനപ്പെട്ട പ്രത്യേകത. തുടർന്ന് ഈ ലൈസൻസിങ് ഒക്കെ പല ദൂഷ്യങ്ങൾ ചെയ്തൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഏറ്റവും മുൻഗണന കൊടുത്തത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുത്തത് ചെറുകിട വ്യവസായങ്ങൾക്കായിരുന്നു. 1955 ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. വില്യം കാർവേ അധ്യക്ഷനായിട്ട് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് കാർവേ കമ്മിറ്റി. ഇപ്പൊ കാർവേ കമ്മിറ്റി എന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിൽ വരണം ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ വില്യം കാർവേ അധ്യക്ഷനായ ആ കമ്മിറ്റി ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് വില്യം കാർവേ കമ്മിറ്റി ഗവൺമെന്റിന് കൊടുത്തത്. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് ചെറുകിട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നടപടികൾ നമ്മുടെ രാജ്യത്ത് കൈക്കൊള്ളുകയുണ്ടായി. അപ്പോൾ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്? ആ വ്യവസായത്തിന് മുടക്കുന്ന മുതൽ മുടക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യവസായത്തെ ചെറുകിട വ്യവസായമാണോ വൻകിട വ്യവസായമാണോ എന്ന് തീരുമാനിക്കുന്നത്. തുടക്കത്തിൽ, അതായത് ആദ്യത്തെ പദ്ധതി കാലത്ത് ഒരു ചെറുകിട വ്യവസായം, അതായത് 1951-55 കാലയളവിലൊക്കെ ഒരു ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. 1966 ഈ മുതൽ മുടക്കിന്റെ പരിധി വർദ്ധിപ്പിച്ചത് 7.5 ലക്ഷം രൂപ വരെയാക്കി. ഒരു വ്യവസായത്തിന് 7.5 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുണ്ടെങ്കിൽ ആ വ്യവസായത്തെ ചെറുകിട വ്യവസായങ്ങളെന്ന് നമുക്ക് പറയാം. 1990 ആ മുതൽ മുടക്കിന്റെ പരിധി വീണ്ടും വർദ്ധിപ്പിച്ചത് 60 ലക്ഷമാക്കി മാറ്റി. അപ്പോൾ 1990 60 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങളെ ചെറുകിട വ്യവസായങ്ങൾ എന്നുള്ള ഗണത്തിൽ പെടുത്തുകയുണ്ടായത്. 2000 ആ പരിധി വീണ്ടും വർദ്ധിപ്പിച്ച് 1 കോടി രൂപയാക്കി. അപ്പോൾ ഇന്നത്തെ ചെറുകിട വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? 1 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങളെന്ന് പറയുന്നത്. ഇപ്പം തുടക്കത്തിലെ 5 ലക്ഷം രൂപ മുതൽ മുടക്കെന്നുള്ളത് ഇന്നിപ്പം 1 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ നമ്മുടെ രാജ്യത്ത് അഭികാമ്യമാണ്, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് കാർവേ കമ്മിറ്റി 1955 ഗവൺമെന്റ് നിയമിച്ച കാർവേ കമ്മിറ്റി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി. എന്താണ് ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ഗ്രാമങ്ങളിലായതുകൊണ്ട് ഗ്രാമീണ വികസനത്തെ ഇത് വളരെയധികം സഹായിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത്, ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ചെറുകിട വ്യവസായങ്ങൾ ലേബർ ഇൻറ്റൻസീവാണ്.
അതായത് തൊഴിലധിഷ്ഠിതമാണ്. തൊഴിൽ ശക്തിയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന വ്യവസായമാണ് ചെറുകിട വ്യവസായങ്ങൾ. അതുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ചെറുകിട വ്യവസായങ്ങൾക്ക് കഴിയുന്നു. ഇത് ചെറുകിട വ്യവസായത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തിയായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇനി ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്ക് മതിയാകും. ഇതാണ് ചെറുകിട വ്യവസായത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം അല്ലെങ്കിൽ മേന്മയെന്ന് പറയുന്നത്. ഇനി ചെറുകിട വ്യവസായങ്ങൾക്ക് പരിസ്ഥിതി മലിനീകരണം കുറവായിരിക്കും. വൻകിട വ്യവസായങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പരിസ്ഥിതി മലിനീകരണമേ ചെറുകിട വ്യവസായങ്ങൾ മൂലം ഉണ്ടാകുകയുള്ളൂ. ഇനി അസംസ്കൃത വസ്തുക്കൾക്കായി ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾക്കായി കൃഷിയെ ആശ്രയിക്കുന്നത് കൊണ്ട് കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടാനും ചെറുകിട വ്യവസായങ്ങളുടെ പുരോഗതി സഹായിക്കുന്നു. ഉദാഹരണം കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പരുത്തിത്തുണി വ്യവസായം. ഈ വ്യവസായം പുരോഗതി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? പരുത്തി നൂല് കിട്ടണം. പരുത്തി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം. പരുത്തി വ്യവസായം പുരോഗതി പ്രാപിക്കുന്നതിനിടയാകും. റബ്ബർ വ്യവസായം, റബ്ബർ കൃഷി കൂടുതൽ വർദ്ധിക്കുന്ന അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ കരിമ്പ് വ്യവസായം, പഞ്ചസാര വ്യവസായം, കരിമ്പ് കൃഷിയുടെ പ്രോത്സാഹനത്തിന് അത് വർദ്ധിപ്പിക്കുന്നതിന് ചുരുക്കി പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾ ഏറിയ പങ്കും അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾക്കായിട്ട് കാർഷിക മേഖലയെ ആശ്രയിക്കുന്നത് കൊണ്ട് ചെറുകിട വ്യവസായങ്ങളുടെ പുരോഗതി കാർഷിക മേഖലയുടെ പുരോഗതിക്കും വഴിതെളിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇതാണ് ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്ന് പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് പറയാവുന്ന മറ്റൊന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ കാലയളവിൽ, ആദ്യത്തെ പദ്ധതി കാലയളവിൽ നമ്മൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇറക്കുമതി പ്രതിസ്ഥാപനം, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഇറക്കുമതി ബദൽ. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇറക്കുമതി പ്രതിസ്ഥാപനം അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ എന്ന് പറയുന്നത്? ഇറക്കുമതി ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബദലായി, പകരമായി നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് ഇറക്കുമതി ബദൽ എന്ന് പറയുന്നത്. അപ്പൊ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് ഇറക്കുമതി ബദൽ എന്ന് പറയുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നമ്മൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇറക്കുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തര വ്യവസായങ്ങളുടെ പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു ഇറക്കുമതി ബദൽ. ഇറക്കുമതി ബദലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട 2 നടപടികളായിരുന്നു, ഒന്ന് താരിഫും മറ്റൊന്ന് കോട്ടയും. അപ്പോൾ ഇറക്കുമതി ബദലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ച 2 മാർഗങ്ങളായിരുന്നു, ഒന്ന് താരിഫ്, മറ്റൊന്ന് കോട്ട. അപ്പൊ എന്താണ് താരിഫ് എന്ന് പറയുന്നത്? കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഗവൺമെന്റ് ചുമത്തുന്ന നികുതി അഥവാ ചുങ്കത്തിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറക്കുമതി പ്രതിസ്ഥാപനത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇറക്കുമതിക്കുള്ള താരിഫ്, ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ഇറക്കുമതി കുറയ്ക്കുകയും ഇറക്കുമതി ഒഴിവായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഇറക്കുമതി ബദലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് താരിഫ്. ഇനി മറ്റൊന്ന് കോട്ട. കോട്ട എന്താണ് കോട്ട എന്ന് പറയുന്നത്? ഒരു ഉൽപ്പന്നം അത് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴോ അതിൻ്റെ അളവിലോ തൂക്കത്തിലോ ഏർപ്പെടുത്തുന്ന പരിധിയെയാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇറക്കുമതി പ്രതിസ്ഥാപനത്തിനായിട്ട് ഗവൺമെന്റ് സ്വീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നടപടിയായിരുന്നു കോട്ട നിശ്ചയിക്കുക. ഇങ്ങോട്ട് ഇറക്കുമതി നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ നിർത്തണമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ പ്രധാനമായും നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മൾ ചില സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയും വേണം.
എങ്കിലേ അന്താരാഷ്ട്ര ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ കയറ്റുമതിയോടൊപ്പം തന്നെ ഇറക്കുമതിയും ഉണ്ടാകണം. നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും ഇറക്കുമതി ചെയ്യില്ല, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യും, നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അഭികാമ്യമല്ല. അതുകൊണ്ട് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചില രാജ്യങ്ങളിൽ നിന്നും അത് അന്താരാഷ്ട്ര വാണിജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കുമതി ചെയ്യണം. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത് മൂലം ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ദോഷമുണ്ടാകുകയും ചെയ്യരുത്. അതിനുവേണ്ടി ഏർപ്പെടുത്തിയ 2 നടപടികളായിരുന്നു നമ്മൾ, ഒന്ന് താരിഫ്, മറ്റൊന്ന് കോട്ട. അപ്പോൾ കോട്ട എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന വസ്തുക്കളുടെ അളവിലോ തൂക്കത്തിലോ ഏർപ്പെടുത്തുന്ന പരിധിയാണ് കോട്ട എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ പാം ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇത്ര ടൺ പാം ഓയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിശ്ചയിച്ചിരിക്കുന്ന പരിധി അത്രയും മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു കോട്ടയാണ്. ഗോതമ്പ്, ഇത്ര ടൺ ഗോതമ്പ് മാത്രമേ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ ഒരു വർഷം എന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത്രയും ടൺ ഗോതമ്പ് ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന വസ്തുക്കൾക്ക് ഏർപ്പെടുത്തുന്ന അളവിലോ തൂക്കത്തിലോ ഏർപ്പെടുത്തുന്ന പരിധിയാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആ വിലയിരുത്തൽ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പരമ്പരാഗത ചിന്താരീതികളും മാമൂലുകളും ഇല്ലാതാക്കി വികസനം ഉണ്ടാകുന്നത് ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യത്തെയാണ് പ്രതിഫലിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യമിടുന്നത് ഏത് ലക്ഷ്യമാണ്? ആധുനികവൽക്കരണം. അതാണ് നമ്മൾ ഏത് ലക്ഷ്യത്തിലാണ് പ്രതിഫലിക്കുന്നത്? നമ്മുടെ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരവിടേണ്ടതാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്ന ലക്ഷ്യമാണ്. മറ്റൊന്ന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പ്രാന്തവൽക്കരിക്കപ്പെട്ടവനും ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ പദ്ധതി ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യത്തെയാണ് ഒഴിപ്പിക്കുന്നത്? ഒരു സംശയമില്ല, സാമൂഹ്യ നീതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാനായത് സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണോ? ചർച്ച ചെയ്യുക. ശരിയല്ലേ? നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്നത് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? സ്വയം പര്യാപ്തത നേടാൻ കഴിയുന്നത്. ഇപ്പൊ ഹരിത വിപ്ലവം, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞു, ഇല്ലേ? അതുകൊണ്ട് നമുക്ക് സ്വാശ്രയത്വം നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞത് സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏത് നോക്കിയാലും, ഏത് കാര്യം നോക്കുകയാണെങ്കിലും നമുക്ക് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായിട്ട് കാണാൻ കഴിയും. ഭൂപരിഷ്കരണ നടപടികൾ മൂലം കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? സബ്സിഡികൾ നൽകുന്നതിൻ്റെ പ്രധാന ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നോട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇനി ഒറ്റപ്പെട്ടത് കണ്ടെത്തി ന്യായീകരിക്കുക. കണ്ടോ, സാമ്പത്തിക വളർച്ച, നീതി, നവീകരണം, സബ്സിഡി. ഇതിൽ ഒറ്റപ്പെട്ട ഏതാണ്? സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ നീതിയും നവീകരണവും നമ്മുടെ പഞ്ചവർഷ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് സബ്സിഡിയാണ്. അപ്പോൾ ഒറ്റപ്പെട്ടത് ഏതാണ്? സബ്സിഡി. രാസവളം, ജലസേചനം, HYV വിത്തുകൾ, ലൈസൻസിങ്. ഇവിടെ ഒറ്റപ്പെട്ട ഏതാണ്? രാസവളവും ജലസേചനവും HYV വിത്തുകളും. HYV വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തുകൾ. ഇത് മൂന്നും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ലൈസൻസിങ് ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. സംരക്ഷണ നയം, താരിഫ്, കോട്ട, പെർമിറ്റ്. കണ്ടോ, ഇറക്കുമതി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സംരക്ഷണ നയത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചതാണ് താരിഫും കോട്ടയും. അപ്പൊ സംരക്ഷണ നയവും താരിഫും കോട്ടയും ബന്ധപ്പെട്ടാണ് പരസ്പരം. വേറിട്ട് നിൽക്കുന്ന ഏതാണ്? പെർമിറ്റ്. മുതലാളിത്തം, സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ, പാർലമെന്ററി ജനാധിപത്യം. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണ്? മുതലാളിത്തവും സോഷ്യലിസവും മിശ്ര സമ്പദ് വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥകളാണ്. അപ്പൊ ഇത് മൂന്നും ഒരു ഗണത്തിൽ വരും. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പാർലമെന്ററി ജനാധിപത്യം. അപ്പോൾ ഈ പാഠപുസ്തകം നന്നായിട്ട് 2 ആവർത്തി വായിക്കുക. ഞാൻ ഇവിടെ അയച്ചു തരുന്ന നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കുക. ഈ അധ്യായത്തിലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും. ഓക്കെ.